നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു ചൂണ്ടയിൽ ഇരയെ കൊളുത്തി അവക്ക് ഇട്ട് കൊടുക്കണം. അതിലവള് കൊത്തും. അണ്ണ എന്തൊക്കെയാ പറയുന്നേ? പറയടാ. ഇത് സാമ്പിള് പിടിക്കട്ടല്ലേ. മേജർ സെറ്റ് കഥകളി വരുന്നതേ ഉള്ളൂ. ഇനിയുണ്ട് പണി. മനസ്സിലായോ? തൽക്കാലം ഇത് കൊണ്ടുപോയി ആഘോഷിക്കും. ബാക്കി ഞാൻ വഴിയെ പറയാം. പിന്നെ ജുവനൈൽ ഹോമിന്റെ ഗേറ്റിനകത്ത് കയറിയ നിങ്ങളെ തേടി ആരും വരില്ല. നിങ്ങൾക്കെതിരെ ഒരു ക്രിമിനൽ ഒഫൻസും വരില്ല. നേരെ ചെന്ന് പോലീസിന് നീലവണ്ടിയുടെ മുന്നിൽ കയറി കൊടുക്കാതിരുന്നാ മതി. അതൊക്കെ ഞാൻ അറിഞ്ഞിട്ട് ചേട്ടാ. അപ്പൊ ശരിയടാ. ദേവികെ, യു ആർ ലോ. നീ പെട്ടടി. അയ്യോ പൊന്നു മക്കളെ, എല്ലാം പോയി. മോനെ ശരത്തെ, ആ കാശെല്ലാം പോയോടാ. അവളത് മുഴുവൻ കൊണ്ട് കളഞ്ഞോ? എന്റെ ദേവി, ആ കാശെങ്ങാനും പോയാലേ ഞാൻ ചങ്കു പൊട്ടി ചത്തുപോകും. ഇങ്ങനെ കിടന്ന് നിലവിളിക്കാതെ ഏട്ടത്തിക്കൊന്നും പറ്റിയിട്ടുണ്ടോ? എടി, അവളുടെ കാര്യമല്ല, ആ പണം പോകുന്നതാ എന്റെ സങ്കടം. എന്നാലും എത്ര ലക്ഷം രൂപയാ എന്റെ ദൈവമേ. എന്താണ് സംഭവിച്ചെന്ന് അറിയില്ലല്ലോ. പോലീസ് എന്തായാലും കേസ് എടുത്തിട്ടുണ്ടാവും. അല്ല, മുത്തശ്ശി പറഞ്ഞതുപോലെ ആ പണം പോയാ നമ്മൾ എന്ത് ചെയ്യും ശരത്തേട്ടാ? ആരെങ്കിലും നല്ല കള്ളന്മാരായെങ്കിൽ അത് തിരിച്ചു കിട്ടാൻ പോകും. എന്റെ പൊന്നുമോനെ, നീ അങ്ങനൊന്നും പറയില്ലേടാ. ഇല്ല മുത്തശ്ശി, ഞാനൊരു സാധ്യത പറഞ്ഞതേ ഉള്ളൂ. ചിലപ്പോ പണം ഏട്ടത്തിന്റെ കയ്യിൽ തന്നെ കാണും. ആണോ? ആരെങ്കിലും ആ പണം കട്ടോണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവന്റെ ഒക്കെ തലയിൽ ഇടുത്തി വീഴും. മുത്തശ്ശി, അങ്ങനൊന്നും പ്രാർത്ഥിക്കില്ലേ. അങ്ങനെ പ്രാർത്ഥിച്ച ചിലപ്പോ ആരെങ്കിലും ഇടിവിട്ട് ചത്തുപോയാലോ? ആ കള്ളന്മാര് ചത്താ നിനക്കെന്താടാ? ഒന്നുമില്ല, എങ്കിലും ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. നിത്യ, നമുക്ക് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോയാലോ? ഞാൻ ദേ വരുന്നു. അതെ മോനെ, അവളോട് വിളിച്ചു ചോദിക്കാമോ പണത്തിന്റെ കാര്യം? മുത്തശ്ശി വിഷമിക്കണ്ട. ഏതായാലും ഏട്ടത്തിക്കൊന്നും പറ്റിയില്ലല്ലോ. കാശ് പോയിട്ട് പിന്നെ അവളെ തിരിച്ചു കിട്ടിയിട്ട് എന്തിനാ? ഞാൻ മോനെ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. എന്നാലും ആ പണം അവന്മാരെ കൊണ്ടുപോയല്ലോ. ആരമുള്ളേ? ആരവന്മാര്? എന്താ ചേച്ചി? കൊച്ചു പയ്യന്മാരോ? അവര് ഇങ്ങനെയൊക്കെ ചെയ്യോ? കാലം വല്ലാത്ത പാർവതി. ഇതുപോലെയുള്ള പയ്യന്മാർക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ മൊബൈലിൽ കിട്ടുമല്ലോ. എന്തിന്? അതിന്റെ പ്ലാനും സ്കെച്ചും വരെ കിട്ടും. നോക്കിനി അവരുടെ മുഖം കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. പണം പോയതോർത്തും മോള് വിഷമിക്കണ്ട. നമുക്ക് കേസ് കൊടുക്കാം. പോലീസ് അവരെ കണ്ടുപിടിക്കും. പണം പോയാലും സാരമില്ല. മോക്ക് ജീവൻ അപകടമൊന്നും പറ്റിയില്ലല്ലോ. മോളെ, ബാങ്കിൽ നിന്ന് എടുത്ത് എത്ര രൂപയായിരുന്നു? 29 ലക്ഷം. ഇനിയിപ്പൊ കരഞ്ഞിട്ടെന്താ കാര്യം? മോളെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയല്ലോ, അത് മതി.
ഇപ്പൊ എങ്ങനെയുണ്ട് ഏട്ടത്തി? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ശരത്തെ. ദൈവഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാ. എന്തായാലും പരിക്കൊന്നും സാരമുള്ളതല്ല. ഭാഗ്യം. കൈയും കാലും ഒടിഞ്ഞിരുന്നെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ? ഇതിപ്പോ പണം പോയെങ്കിലും ആളെ കിട്ടിയല്ലോ, അല്ലേ ശരത്തേട്ടാ? അതെ അതെ. എന്നാലും ഏത് ദുഷ്ടന്മാരാ ആ പണം കൊണ്ട് പോയത്? ദേവികയുടെ കയ്യിൽ പണം ഉണ്ടെന്ന് അവന്മാരെങ്ങനെ അറിഞ്ഞു? കള്ളന്മാരല്ല അമ്മേ, അവരെങ്ങനെയെങ്കിലും അറിഞ്ഞു കാണും. ഒരുപക്ഷെ ബാങ്കിൽ നിന്ന് പണം എടുത്തപ്പോ മുതൽ അവരേട്ടത്തിയുടെ പിന്നാലെ കൂടി കാണും. ബാങ്കിൽ വെച്ച് അങ്ങനെ ആരെങ്കിലും കണ്ടതായി ഏട്ടത്തി ഓർക്കുന്നുണ്ടോ? ഡോക്ടർ ഇപ്പൊ എന്താ പറഞ്ഞേ? 2 ദിവസം ഇവിടെ കിടക്കേണ്ടി വരുമെന്നാ പറഞ്ഞത്. അതിനകം ഞാൻ ശരത്തേട്ടനെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കും. എന്നാ ഞാൻ അങ്ങോട്ട്. എങ്ങോട്ട്? അത്താഴം കഴിച്ചിട്ട് ശരത്തേട്ടൻ പോകുന്നുള്ളൂ. വാ മോനെ. വാ. എടാ, കാശ് പോയെന്ന് കേട്ടത് ശരിയാണോ? അതേ അമ്മേ, ബാങ്കിൽ നിന്ന് ഇറങ്ങിയ പാടെ ആരോ ദേവിയെ ഫോളോ ചെയ്തു. ഉള്ള കാശ് ബാഗോടെ തട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു. അവളുടെ ശ്രദ്ധക്കുറവ്, അഹമ്മതി, അല്ലാതെന്താ? ബാങ്കിൽ കിടന്നിരുന്നെങ്കിൽ അവിടെയെങ്കിലും കിടക്കുമായിരുന്നു. അപ്പോഴേക്കും ബാധ്യത തീർക്കണം, വീട് തിരിച്ചെടുക്കണം, വീട്ടിൽ പോയി താമസിക്കണം, എന്തൊക്കെയായിരുന്നു. എന്തായാലും ഞാൻ നാളെ SP ഓഫീസ് വരെ പോകുന്നുണ്ട്. അന്വേഷണം സ്ട്രോങ് ആക്കാൻ പറയാം. എന്ത് കാര്യത്തിനാച്ചാ? ഒരു കാര്യമില്ല. കാശ് തട്ടിയെടുക്കാൻ കഴിയുന്നവർക്ക് അത് ഒളിപ്പിക്കാനും അറിയാം. അവരെപ്പോഴേ നാട് കടന്നിട്ടുണ്ടാവും. അമ്മേ, എനിക്ക് ആഹാരം എടുത്തു വെക്ക്. ഞാൻ ഡ്രസ് മാറിയിട്ട് വരാം. ശരത്തെ വാ. ഓ, പോകാനുള്ളത് പോയി, വിധിച്ചിട്ടില്ല എന്ന് കരുതാം. ഞാൻ എന്തായാലും ഭക്ഷണം എടുക്കാം. ശരത്തേട്ടാ, കല്യാണം കഴിഞ്ഞാ പിന്നെ നമുക്ക് ഈ മുറി മതിയല്ലേ? എന്തിന്? നമുക്ക് എന്റെ മുറി മതി, അതാ നല്ലത്. അല്ല, ഈ മുറിക്ക് ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട്. ഇതാ കുറച്ചുകൂടി നല്ലത്. എന്റെ മുറിയിലുള്ള പോസിറ്റീവ് വൈബും എനർജിയും ഒക്കെ മതി. അല്ല, കല്യാണം കഴിഞ്ഞാ പിന്നെ ഇവിടെ അല്ലല്ലോ, ശരത്തേട്ടന്റെ വീട്ടിലല്ലേ ഞാൻ താമസിക്കേണ്ടത്? അത് ശരിയാണ്. എന്നാലും ഇത് നമ്മുടെ വീടാണല്ലോ. എനിക്ക് ശരത്തേട്ടന്റെ വീട്ടില് അച്ഛന്റെ അമ്മയുടെയും കൂടെ താമസിച്ചാ മതി. അല്ല, ശരത്തേട്ടൻ എന്താ വീട്ടില് നമ്മുടെ കല്യാണക്കാര് സംസാരിക്കാത്തത്? ശരത്തേട്ടന്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരണ്ടേ, പെണ്ണ് ചോദിക്കണ്ടേ? അതല്ലേ നാട്ടു നടപ്പ്. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? അതൊക്കെ പഴഞ്ചിന് ഏർപ്പാടല്ലേ. നിന്റെ അച്ഛനോടും അമ്മയോടും ഞാൻ സംസാരിച്ച പോരെ? അങ്ങനെയല്ല, ശരത്തേട്ടന്റെ അച്ഛനും അമ്മയൊക്കെ വരണം. എന്നാലേ എനിക്ക് ആ വീട്ടിലൊരു അംഗീകാരം ഉണ്ടെന്ന് എനിക്ക് തന്നെ തോന്നും. ഏറ്റവും അടുത്ത ദിവസം തന്നെ അവരോട് ഇങ്ങോട്ട് വരാൻ പറയണം. ആ, പറയാം. ഏറ്റവും അടുത്ത ദിവസം തന്നെ അവരോട് വരാൻ പറയാം. എന്നായാലും അവര് വരേണ്ടതും നിന്നെ കാണേണ്ടതൊക്കെ അല്ലേ?